Hi everyone, welcome all. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യും എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോബ്ലംസും അതിന്റെ ഡിസ്കഷൻസും ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചില ക്വസ്റ്റ്യൻസിലൂടെ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൊഡക്റ്റ് സൊല്യൂഷൻ ഓഫ് ദ PDE ux is equal to uy by using method of separation of variables. നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്ന ux is equal to uy. ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ സെപ്പറേഷൻ വേരിയബിൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആ മെത്തേഡിലൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ചിട്ട് സൊല്യൂഷൻ എപ്പോഴും യു ഓഫ് എക്സ് കോമ വൈ ആയിരിക്കും. അതായത് യു എന്നുള്ള ആള് എക്സിലും വൈയും ഉള്ള ഫങ്ഷൻസ് ആയതുകൊണ്ട് അതിന്റെ സൊല്യൂഷൻ യു ഓഫ് എക്സ് വൈ എന്നുള്ള ഫോർമാറ്റിലാണ് വരിക. അപ്പൊ നമുക്ക് ജനറൽ സൊല്യൂഷൻ യു ഓഫ് എക്സ് വൈ എന്നെടുത്തു. മെത്തേഡ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സിനും വൈയിനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അതിന് നമ്മൾ ക്യാപിറ്റൽ എക്സ് ഓഫ് എക്സ് എന്ന് വിളിച്ചു. വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അതിന് നമ്മൾ ക്യാപിറ്റൽ വൈ ഓഫ് വൈ എന്ന് വിളിച്ചു. ഈ ഒരു രൂപത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഗിവൺ ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സിന്റെയും വൈന്റെയും ടേമുകൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സെപ്പറബിൾ ആണെന്ന്. അങ്ങനെ സെപ്പറബിൾ ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അപ്പൊ നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഗിവൺ സൊല്യൂഷൻ, അതായത് ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ യു ഓഫ് എക്സ് വൈ ആണെന്ന് വിളിച്ചു. അയാള് എക്സിലും വൈയിലുള്ള ഫങ്ഷൻസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, സോ ലെറ്റ് y equal to x of x into y of y. Now, what about ux? നമുക്ക് given partial differential equationലുള്ള ടേംസുകളാണ് അടുത്തത് നോക്കേണ്ടത്. ഒന്ന് ux, ഒന്ന് uy. ഓക്കെ, അപ്പൊ ux നോക്കണം, uy നോക്കണം. u of xy ux ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഗിവൺ യു എന്നുള്ള ഫംഗ്ഷനെ എക്സിൽ ഡെറിവേറ്റീവ് കാണാം. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിൽ കാണുന്ന സമയത്ത് വൈയിലുള്ള ആളുകൾ കോൺസ്റ്റന്റ് ആയിട്ട് മാറും. സോ വൈ ഓഫ് വൈ ഈസ് കോൺസ്റ്റന്റ്. ആൻഡ് എക്സിൽ ചെയ്യുന്ന സമയത്ത് ആര് വരും? എക്സ് ഡാഷ് ഓഫ് എക്സ്, അതായത് എക്സിന്റെ യൂഷ്വൽ ഡെറിവേറ്റീവ് വരും. സിംപ്ലി ഇതിനെ നമുക്ക് എക്സ് ഡാഷ് ഇൻറ്റു വൈ എഴുതാം. എക്സ് എന്ന് പറഞ്ഞാൽ എക്സിലുള്ളതാണ്, അതുകൊണ്ട് അതിനെ ക്യാപിറ്റൽ എക്സ് എന്നുള്ള രൂപത്തിൽ സിംപ്ലി ഡിനോട്ട് ചെയ്യാം. മറ്റേത് വൈ, സോ എക്സ് ഡാഷ് വൈ എഴുതാം. ഓക്കെ, അതേപോലെ നമുക്ക് യു വൈനെ ചെയ്യുകയാണെങ്കിൽ ഇത് വരും യു വൈ ഈക്വൽ ടു യുവിനെ വൈയിൽ ചെയ്യുന്ന സമയത്ത്, വൈയിൽ ചെയ്യുമ്പോൾ എക്സിനെ കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. വൈന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് വൈ ഡാഷ് വൈ വരും. ഓക്കെ, സോ വി ഹാവ് യു വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ഡാഷ്. ഇനി നമ്മളെ കയ്യിലുള്ള കാര്യം എന്താ? നൗ നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ യു എക്സ് ഈക്വൽ ടു യു വൈ എന്നാണ്. അപ്പൊ അതിൽ നമ്മൾ യു എക്സിന്റെ വാല്യൂവും യു വൈയുടെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു എക്സ് ആരാണ്? എക്സ് ഡാഷ് വൈയും. യു വൈ ആരാണ്? എക്സ് ഇൻറ്റു വൈ ഡാഷും. സോ വി ഹാവ് യു എക്സ് ഈക്വൽ ടു യു വൈ വിൽ ഇംപ്ലൈ എക്സ് ഡാഷ് വൈ ഈക്വൽ ടു എക്സ് വൈ ഡാഷ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതായത് എക്സുകളൊക്കെ കൂടി ഒരുമിച്ച് നിർത്തണം, വൈകളൊക്കെ ഒരുമിച്ച് നിർത്തണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് വിൽ ഇംപ്ലൈസ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഡിനോമിനേറ്ററിലേക്ക് വരും. സോ എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് എന്നായിട്ട് മാറും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വൈനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്ന സമയത്ത് വൈ ഡാഷ് ബൈ വൈ എന്ന് വരും.
So we have x dash by x is equal to y dash by y. Thus the given partial differential equation is separable. നമുക്ക് എക്സിലുള്ള ടേംസുകളൊക്കെ ഒരുമിച്ച് എഴുതാൻ പറ്റി, വൈയിലുള്ള ടേംസുകളൊക്കെ ഒരുമിച്ച് എഴുതാൻ പറ്റി. ഇതിന് ഞാൻ വിച്ച് ഈസ് ഈക്വൽ ടു സം പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ എന്ന് കൊടുത്തു. അതായത് എക്സ് ഡാഷ് വൈ എന്നുള്ളതും വൈ ഡാഷ് വൈ എന്നുള്ളതും ഈക്വൽ ആണ്. അതിന് സം നമ്പർ ലാംഡ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഒന്നിക്കലോ പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. അപ്പൊ ഈ ഒരു സാധനം ലാംഡ സ്ക്വയറിന്റെ പ്രസൻസ് പോസിറ്റീവിനെയും നെഗറ്റിവിറ്റിനെയും എഫക്ട് ചെയ്യുന്നില്ല. നമ്മൾ പ്ലസ് ഓർ മൈനസ് കെ എന്നൊക്കെ കൊടുക്കുമ്പോൾ കെ നെഗറ്റീവ് ആണെങ്കിൽ എന്നുള്ള ഒരു സെൻസ് പറയുന്നതിന് പകരമാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ എന്ന് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഇത്തരത്തിൽ പ്ലസ് ഓർ മൈനസ് ലാംഡ കൊടുത്താലും സൊല്യൂഷൻ എഴുതുന്ന സമയത്ത് റൂട്ട് ലാംഡ എന്നുള്ള രൂപത്തിലൊക്കെ ചില കേസിൽ വരാം. അതൊക്കെ ഒഴിവാക്കാനും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ട് ക്വാണ്ടിറ്റിയും ഈക്വൽ ആണ്. ആ ഈക്വൽ ക്വാണ്ടിറ്റീനെ നമ്മൾ ഒന്നിക്കലോ പ്ലസ് ലാംഡ സ്ക്വയർ എന്ന് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ലാംഡ സ്ക്വയർ ആയിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള സെൻസിലാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇതാണ് നമ്മുടെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ചിട്ട് സെപ്പറബിൾ ആണെന്ന് കിട്ടിയത് വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ് എക്സ് ഡാഷ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഡാഷ് ബൈ വൈ വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ. ഇനി ഈ ഒരു കാര്യം സോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്ന അൾട്ടിമേറ്റ് മെത്തേഡ് വരുന്നത്. ഈ ഒരു കാര്യം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് സെപ്പറബിൾ ആണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തു. അപ്പൊ ഇത് വെച്ചിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ് ഡാഷ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ക്വാണ്ടിറ്റി എടുത്തു. സോ എക്സ് ഡാഷ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻഡ് വൈ ഡാഷ് ബൈ വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ. ഇനി നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. നമ്മൾ യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ ആണ്. അപ്പൊ ഇയാളും ഫൈൻഡ് ചെയ്താലും നമുക്ക് സൊല്യൂഷൻ ആയി. അപ്പൊ യു ഓഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമേ നമുക്കിവിടെ പ്രശ്നമായിട്ടുള്ളൂ. അപ്പൊ ദിസ് വിൽ ഇംപ്ലൈ, ഞാൻ ഇതിന്റെ രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യാണ്. എക്സ് ഡാഷ് ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ ഡി എക്സ്. അതേപോലെ ഇവിടെ വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആൻഡ് വൈ ഡാഷ് ബൈ വൈയിലെ ഇന്റഗ്രൽ ഡി വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ ഡി വൈ. ഓക്കെ, അപ്പൊ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക. സെക്കൻഡ് ഓർഡർ ആകുന്ന സമയത്തൊക്കെ ഓക്സിലറി ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് പറയേണ്ടി വരും. ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാം. ആൻഡ് ദിസ് വിൽ ഇംപ്ലൈസ്, ഇവിടെ നോക്കുക, എക്സ് എന്നുള്ളത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതായത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എക്സ് ഡാഷ് ഈ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എക്സിലുള്ള ഫംഗ്ഷൻ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കൊടുക്കുന്ന സമയത്ത് എക്സ് ഡാഷ് ഡി എക്സ് എന്നുള്ളത് എന്തായിട്ട് മാറും? അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് വി ഹാവ് എക്സ് ഡാഷ് ഡി എക്സ് എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എക്സിനെ നമ്മൾ വൈ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇഫ് വി പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു സം വൈ അല്ലെങ്കിൽ സം യു വേണ്ട സം ടി എന്ന് വിളിച്ചു, ഇതിനെ സം ടി എന്ന് വിളിച്ചു. ദിസ് ഈസ് എ ഫംഗ്ഷൻ x denoted by some t, then x dash dx എന്തായിട്ട് മാറും? അല്ലെങ്കിൽ dx by d capital X by d small x is equal to dx വരും. or x dash dx will be equal to dt ആയിട്ട് മാറും. that means 1 by t dt വരും. എന്താണ് നമ്മൾ എക്സിനെ എക്സ് എന്നുള്ള വേരിയബിൾ വെച്ചിട്ട് ടി എന്നുള്ള വേരിയബിൾ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ. സോ ഹിയർ the solution is given by
1/t dt രൂപത്തിൽ വരുന്ന സമയത്ത് ഇന്റഗ്രൽ ഓഫ് 1/t dt എന്നുള്ള രൂപത്തിൽ ഇന്റഗ്രൽ വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? 1/t യുടെ ഇന്റഗ്രൽ ln t ആയിട്ട് മാറും. സോ ഇവിടെ നമ്മുടെ ആരായിട്ട് മാറും? ln x. And in the right hand plus or minus lambda square is positive, is a constant quantity. Therefore, if we taken plus or minus lambda square as taken outside, we will have plus or minus lambda square into x plus c. dx in integrate in samayathe x varum plus c. And similarly here we have ln y equal to plus or minus lambda square y plus c. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലാംഡ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് പുറത്തെടുത്തു, പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ y വന്നു, കോൺസ്റ്റന്റ് ആഡ് ചെയ്തു c. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് y ഡാഷ് dy എന്നുള്ളത് dy ആയിട്ട് മാറും. സോ ഇതിന്റെ ഇന്റഗ്രൽ ln y വരും. ഇനി നമുക്ക് എക്സും വൈയും ആണ് കിട്ടേണ്ടത്. ദിസ് വിൽ ഇംപ്ലൈസ് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിനെ എക്സ്പോണൻഷ്യേറ്റ് ചെയ്യുക. ഇ റേസ് ടു ചെയ്യുന്ന സമയത്ത് when finding exponential we have left hand side e raised to ln x varum, which is given by x. Right hand side e raised to plus or minus lambda square x plus c. Similarly ഇവിടെ എക്സ്പോണൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് e raised to ln y വരും. e raised to ln y എന്ന് പറഞ്ഞാൽ y e raised to plus or minus lambda square y plus c. അപ്പൊ രണ്ട് സൈഡിലും നമ്മൾ എക്സ്പോണൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്തു, എക്സും വൈയും ഫൈൻഡ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇ റേസ് ടു ഇവിടെ c1 കൊടുക്കാം, c2 കൊടുക്കാം. ഇതിന് ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ എക്സ് ഇൻറ്റു ഇ റേസ് ടു c1 ആൻഡ് y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ y ഇൻറ്റു ഇ റേസ് ടു c2 എന്ന് എഴുതാം. അതിൽ ഇ റേസ് ടു c2നെ നമുക്കൊരു a2 എന്ന് വിളിക്കാം. ഇ റേസ് ടു c1നെ നമുക്ക് എന്ത് ചെയ്യാം? a1 എന്നും വിളിക്കാം. സോ എക്സ് ഈസ് ഗിവൺ ബൈ a1 ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ലാംഡ സ്ക്വയർ എക്സ്. ആൻഡ് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാൽ അതിന്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റൻ ക്ലാസിഫൈസ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ക്വസ്റ്റൻ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യാണ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് പറയുന്നത് എ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ബി ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് സി ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡി വരുന്ന ഒരു ടേം ഉണ്ടാവും. അതായത് ഫസ്റ്റ് ഓർഡറിൽ വരുന്ന ഡി വരുന്ന ടേം, ഇ വരുന്ന ടേം, എഫ് വരുന്ന ടേം ഈക്വൽ ടു സം ജി. നമുക്ക് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പ്രസൻസ് ഒന്നും നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. അപ്പൊ അതിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കാര്യമായിട്ട് നോക്കേണ്ട കോഎഫിഷ്യൻസ് ഒന്ന് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ, അതായത് യുന്റെ സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ളതിന്റെ കോഎഫിഷ്യന്റ്, പിന്നെ എക്സിലും വൈയിലും മിക്സ്ഡ് ആയിട്ട് വരുന്നതിന്റെ കോഎഫിഷ്യന്റ്, വൈയിൽ മാത്രം വരുന്നതിന്റെ കോഎഫിഷ്യന്റ്, വൈയിൽ സെക്കൻഡ് ഓർഡറിൽ വരുന്ന, പിന്നെ ഫസ്റ്റ് ഓർഡർ വന്നാലും ഇത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ ആയിട്ട് മാറും. സോ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ പറയാ ക്ലാസിഫൈ ചെയ്യാനാണ്. അപ്പൊ ഇതിലെ ടേമുകളുടെ പ്രസൻസ് നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ബി, എ, സി ഈ മൂന്ന് കോഎഫിഷ്യൻസിന്റെ കാര്യങ്ങളാണ് അറിയേണ്ടത്. അങ്ങനെ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂവിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്, സിയുടെ വാല്യൂ 1 ആണ്. സോ ബി സെപ്പറേഷൻ ഓഫ് വേരിയബിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് പോസിബിൾ find the product solution of the partial differential equation dou square u by dou x square plus dou square u by dou x dou y plus dou square u by dou y square equal to 0 by using method of separation of variable. Method of separation of variable നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട്
ഈ ഒരു ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ പോസിബിൾ ആണെങ്കിൽ ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചത്. പ്രൊഡക്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് സൊല്യൂഷൻ. നമ്മൾ എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ എന്നുള്ള എഴുതുന്നത്, അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ട് സെപ്പറബിൾ ആണെങ്കിൽ എന്ത് പറയാം? ഈ ഒരു പ്രൊഡക്റ്റ് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. സെപ്പറബിൾ അല്ലെങ്കിൽ, നേരത്തെ നമ്മൾ ഒബ്സർവ് ചെയ്തത് സെപ്പറബിൾ ആയിരുന്നു, സെപ്പറബിൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് സൊല്യൂഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയാം. സോ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ഗിവൺ ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെപ്പറബിൾ ഫോർമാറ്റിലാണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളോട് ചോദിച്ചത് സെപ്പറബിൾ ആണോ അല്ലെന്ന് ആദ്യം ചെക്ക് ചെയ്യാനാണ്. ആണെങ്കിൽ മാത്രം നമുക്ക് അതിന്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് സെപ്പറബിൾ ആണോ അല്ലെന്നുള്ളത് നോക്കലാണ് നമ്മുടെ എയിം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഓഫ് എക്സ് വൈ, ദ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് വൈ എന്നുള്ള രൂപത്തിൽ സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കാണണം, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ കാണണം, ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറും കാണണം. അത്രയും ഇവാലുവേറ്റ് ചെയ്യാം. സോ ആദ്യം നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് കാണാം. യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ വൈനെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് എടുക്കാം. സോ എക്സ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു വൈ വൈ വരും, വൈ ഇൻറ്റു എക്സ് ഡാഷ് എന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് ഡാഷ്. ഇനി വീണ്ടും ചെയ്യണം. അപ്പൊ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഈ ഫംഗ്ഷനെ തന്നെ, അതായത് യു എക്സിനെ വീണ്ടും എക്സിൽ ചെയ്യാം. എക്സിൽ ചെയ്യുമ്പോൾ വൈനെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് എടുക്കാം, കാരണം വൈയിൽ എക്സ് ഇല്ല. എക്സ് ഡാഷിനെ ചെയ്യുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് ആയിട്ട് മാറും. അപ്പൊ യു എക്സ് സ്ക്വയർ ആയി. ഇനി ആരെ ചെയ്യണം? യു വൈനെ ചെയ്യണം. യു വൈ വരുന്ന സമയത്ത് എന്ത് വരും? ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് മാറും, എക്സ് ഇൻറ്റു വൈ ഡാഷ് വരും, കോമ യു വൈനെ വീണ്ടും വൈയിൽ ചെയ്യാം. അപ്പോ യു വൈ വൈ അല്ലെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ. ഇയാളെ നമ്മൾ വൈയിൽ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് വരും, വൈനെ വീണ്ടും ചെയ്യുമ്പോൾ വൈ ഡാഷിനെ ചെയ്യുന്ന സമയത്ത് വൈ ഡബിൾ ഡാഷ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് മാറി. ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ, അതായത് യു എക്സ് ഇവാലുവേറ്റ് ചെയ്തു. യു എക്സ് ഇവിടെ നമുക്കുണ്ട്, യു എക്സ് വൈ ഇവാലുവേറ്റ് ചെയ്ത്, അപ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ആയിട്ട് വരും. അത് യു എക്സിനെ വൈയിൽ ചെയ്യാം. യു എക്സിനെ വൈയിൽ ചെയ്യുമ്പോൾ വൈ ഡാഷ് എക്സ് ഡാഷ് വരും. ഓക്കെ, ഇതാണ് നമ്മൾ യു എക്സ്. അതിനെ വൈയിൽ വീണ്ടും ചെയ്തു. വൈയിൽ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, എക്സ് എൽ എവിടെ എക്സ് ഡാഷ് ആണ്, എക്സ് ഡാഷ് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു, വൈയിൽ ഡെറിവേറ്റീവ് എടുത്തു വൈ ഡാഷ്. സോ യു എക്സ് വൈ ഈക്വൽ ടു വൈ ഡാഷ് എക്സ് ഡാഷ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഗിവൺ ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു വൈ എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ, ദാറ്റ് മീൻസ് യു എക്സ് വൈ വിച്ച് ഈസ് വൈ ഡാഷ് എക്സ് ഡാഷ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ